നിന്ന് നിൽക്കണ്ട കേട്ടോ, വെല്ലോണ്ടി നെല്ലുമ്പോ നോക്കണ്ട കേട്ടോ, കൊയ്ത് സേട്ടോ തുന്നല് സേട്ടോ. ഹലോ ഗായ്സ്, എല്ലാവർക്കും സ്വാഗതം. പിന്നെ നമ്മളൊരു ബംബ്ലോസ്കി പൊളിക്കോസ്കി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ മൈൻഡ് ക്രാഫ്റ്റ് ക്രിയേറ്റീവ് മൈൻഡ്സ് എന്ന് പറയുന്ന അടുത്തൊരു എപ്പിസോഡായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് 3rd എപ്പിസോഡാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡ് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ പോയി ചെക്കൗട്ട് ചെയ്യാം ഗൈസ്. അപ്പോൾ ലൈക്ക് ചെയ്യാത്ത കൂട്ടാർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകും. പിന്നെ എന്തായാലും കുറച്ച് അവിടെ ഒരു അണ്ടർഗ്രൗണ്ട് ഒരു അടിഭാഗമില്ലേ, അത് മൊത്തം ഒന്ന് ക്ലിയർ ആയിരിക്കണം. അപ്പോൾ എന്തായാലും നമുക്ക് ഗൈസ് നേരെ വേൾഡിലേക്ക് എത്തിയിട്ട് കാണാം. ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിതാ വേൾഡിലോട്ട് എത്താൻ നിൽക്കണ. ഇതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ബിൽഡ് ചെയ്ത് പോയത് ഗൈസ്. നമ്മൾ കണ്ടില്ലേ, ഇതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മളിവിടെയാണ് നിർത്തിയത്. കഴിഞ്ഞ ദിവസത്തൊക്കെ അടിപൊളിയായി ബിൽഡ് ചെയ്ത് അപ്പോൾ ഒക്കെ റെഡിയാക്കി വെച്ചിരുന്നു. അപ്പോൾ അടിഭാഗം ഏകദേശം കംപ്ലീറ്റ് ആക്കണം. ഇനി മേലെ കുറച്ചുണ്ട്. ഞാൻ ചെയ്തുകൊണ്ട് പറയല്ല, നല്ല ഇവിടെ നമ്മൾ ഇന്നലെ കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് ഭയങ്കര ഒരു ഷെയർ കണ്ടില്ല, ഒരു ടച്ച് ഉണ്ട്, ഏൻഷ്യൻ ടച്ച് ഉണ്ട് ആ സാധനത്തിന്. നമുക്കിന്ന് എന്താ ഈ ഒരു സ്റ്റെപ്പ്, ഈ ഒരു ഭാഗമല്ലേ, അത് അവിടുന്ന് ഇങ്ങനെ ഈ ഒരു ഭാഗം കറക്റ്റ് ഇവിടുന്ന് ഇങ്ങനെ അതിൻ്റെ അത് മൊത്തം ക്ലിയർ ചെയ്ത് ഈ ആ ഒരു ലെയറില്ല, ആ അടിഭാഗം അങ്ങനെ കാണുമ്പോൾ തന്നെ അറിയുന്നില്ല ഒരു ലെയർ, അത് മൊത്തം നമ്മളിതാ ഇവിടുന്ന് അങ്ങോട്ട് ക്ലിയർ ചെയ്തിട്ട് ഒരു സ്റ്റെപ്സ് ഇങ്ങനെ മേലെ കയറുന്ന മാതിരി ഒരു സെറ്റപ്പ് സാധനം ചെയ്യാൻ വേണ്ടി പോകുന്നു. ഇവിടുന്ന് ഇതൊക്കെ ഒന്ന് പൊട്ടിച്ചളേ, ഇവിടുന്ന് ഇതൊക്കെ ഒന്ന് ലെവലാക്കിയിട്ട് ഈ ഒരു ബ്ലോക്സൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് ഇവിടുന്ന് ഇങ്ങോട്ടൊരു സ്റ്റെപ്സ്, അതൊരു ഡിഫറെൻ്റ് ആയിക്കോട്ടെ, ഒരു ഡിഫറെൻ്റ് ലെവലൊരു സ്റ്റെപ്സ് ഉണ്ടാക്കാനാണ് നമ്മുടെ പ്ലാൻ. അപ്പോൾ മേലക്കൊക്കെ പിന്നെ ആലോചിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും നമുക്കത് ചെയ്തിട്ട് കാണാം ഗൈസ്. ഇപ്പോൾ ഹലോ ഗൈസ്, ഇപ്പോൾ കഴിഞ്ഞു. നമ്മളിപ്പോൾ ഈ ഒരു 2 സൈഡ് ഏകദേശം ഈ 2 സൈഡൊന്ന് ക്ലിയർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെന്താട്ടണമെന്ന് വെച്ചാൽ ഫുള്ളൊരു വാളൊക്കെ കെട്ടിയിട്ട് ചുമരൊക്കെ ഒന്ന് കെട്ടി ലെവൽ ചെയ്തെടുത്ത് അണ്ടർഗ്രൗണ്ട് ആ ഒരു ലെയറൊക്കെ സെറ്റ് ചെയ്ത് സ്റ്റെപ്സ്, ഇതാണിപ്പോൾ ഒരു ലേ ഔട്ട് അല്ലെങ്കിൽ ഒരു ബേസിക് ടെക്സ്ചർ. പിന്നെ നമ്മൾ ഇതിനൊന്നും കൂടി ഒന്ന് അപ്ഗ്രേഡ് ചെയ്തെടുത്ത് ഒന്ന് ലെവലാക്കി എടുക്കാൻ പോവാണ്. ഇപ്പോൾ ഈ 3 പാടാണ് പൊട്ടിച്ച പരിപാടി കഴിഞ്ഞു. അപ്പോൾ ഓക്കെ. അപ്പോൾ അതാ ഗൈസ്, നമ്മളിതാ 2 സൈഡ് നമ്മളെന്നാലും വാളും കെട്ടിക്കണ്. ഇനിയിപ്പോൾ എന്താട്ടണമെന്ന് വെച്ചാൽ ഈ സ്റ്റെപ്സ് ഒന്ന് റീവർക്ക് ചെയ്തെടുക്കണം. അപ്പോൾ എന്തായാലും ഒരു വൃത്തിയുള്ള രീതിയിലൊരു ഏൻഷ്യൻ ടച്ചിൽ നമ്മൾ പിടിച്ചാൽ നോക്കിയത് എന്തായാലും ചെയ്തിരിക്കണ്. ഇനിയിപ്പോൾ എന്തായാലും ഈ സ്റ്റെപ്സ് അത് നമുക്കൊന്ന് റെഡിയാക്കി എടുക്കണം. സ്റ്റെപ്സ് ഒന്ന് റെഡിയാക്കി എടുത്ത് അപ്പോൾ ഒന്ന് റെഡിയാക്കണം. എന്തായാലും അത് കഴിഞ്ഞിട്ട് കാണാം ഗൈസ്. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ചെയ്ത് വരുമ്പോണ്ടല്ലോ ഈ 2 സൈഡും ഇല്ലേ, ഒരു ഫിനിഷിങ് കണ്ട് കിട്ടണില്ല. എന്താ വെച്ചാൽ അവിടെ മരം, അത് മെയിനാണല്ലോ, മരം മുറിച്ചളയാൻ പറ്റില്ലല്ലോ. ഈ 2 സൈഡും എന്താ ഇപ്പോൾ കാട്ടേണ്ടതെന്ന് അറിയില്ല. ഇവിടുന്ന് പൊട്ടിച്ചളയണ്ടേ, അതിനെ നടക്കുള്ളൂ. ഇവിടുന്ന് പൊട്ടിച്ച് എന്നിട്ടത്, പക്ഷെ ഒരു ഫിനിഷിങ് ടച്ചാണ്ട് കിട്ടണില്ല ഗൈസ്, എന്താണെന്നറിയില്ല. എന്തായാലും നമുക്കൊരു റീവർക്ക് ചെയ്യേണ്ട വരും. നോക്കട്ടെ ഗൈസ്, നമുക്ക് എന്തായാലും അതൊന്ന് റെഡിയാക്കിയിട്ട് കാണാം.
അപ്പോൾ ഹലോ ഗൈസ്, നമ്മളിത് ഏകദേശം ചെയ്തു വന്നിരിക്കണം. ഇപ്പോൾ ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ കിട്ടിയിരിക്കണ്. ഇവിടെ ഇത് വെച്ചതിന് ഒരു സുഖവും കിട്ടൂല, ഉണ്ടോ, ഒരിത് കിട്ടണില്ല. അപ്പോൾ നമ്മൾ എന്തായാലും ഇനി ഇവിടെ ഇങ്ങനെ ഇത് കുഴപ്പമില്ല. ഇത് ശരിമാതിരി ബോറായിട്ടില്ലേ? എന്തായാലും നമ്മളൊരു നോക്കിയിട്ട് എന്തായാലും ഗൈസ് ഒന്ന് ലെവലായി റെഡി ആക്കിയിട്ട് കാണാം ഗൈസ്. അപ്പോൾ ഹലോ ഗൈസ്, നമ്മളത് ഏകദേശം ഒന്ന് ലെവലാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളെ സ്റ്റെപ്സ് നമ്മൾ ഈ ഒരു സ്ലാബ്സില്ലേ അത് വെച്ചിട്ടൊന്ന് റെഡിയാക്കി എടുത്തിക്കണ്. കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെയാണ് തോന്നുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കമൻറ്റ് ഗൈസ്. നിങ്ങൾക്ക് ഞാൻ ചെയ്ത ഈ ഒരു പരിപാടി ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യും. ഇനി രസമില്ലെങ്കിൽ അതും പറഞ്ഞിട്ടോ. നിങ്ങളുടെ അഭിപ്രായമൊക്കെ നോക്കിയിട്ട് നമ്മളതും ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മളിതാ ഒരു സ്റ്റെപ്സ് ഉണ്ടാക്കാൻ ഈ ഒരു അണ്ടർഗ്രൗണ്ട് അത് ക്ലിയർ ചെയ്യാനായിരുന്നു നമ്മൾ ഇന്നത്തെ പ്ലാന്. പിന്നെ അടുത്ത വരുന്ന വീഡിയോസിലൊക്കെ നമ്മളിതാ ഈ ഒരു മേലെ കാണുന്ന പരിപാടികളൊക്കെ നമ്മൾ തീർക്കുന്നതാണ്. അപ്പം നമ്മളെന്തായാലും കുറേ പരിപാടി ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. അങ്ങനെ കുറേ ഐഡിയാസ് ഉണ്ട്, അതൊക്കെ നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത എപ്പിസോഡിൽ നമ്മളിതാ ഈ ഒരു ഭാഗമൊക്കെ നമ്മൾ വൃത്തിയാക്കാൻ പോണത്. അപ്പോൾ ഇന്നിപ്പോൾ ഏതായാലും ഈ ഒരു ഈ അണ്ടർഗ്രൗണ്ട് മൊത്തം ഒന്ന് ക്ലിയർ ചെയ്തിരിക്കണം. ഇനിയിപ്പോൾ ആ നടുവിലായിട്ട് എന്തോ ഒരു മിസ്സിങ് ഇല്ല മാതിരി, അത് നമുക്കൊന്ന് റെഡിയാക്കണം. ഹലോ ഗൈസ്, അപ്പോൾ ഏകദേശം അത്രേ ഉള്ളൂ. നമ്മളിതാ ഇനിയിപ്പോൾ വേറെ മേലെ കുറച്ചൊന്ന് കെട്ടാനൊക്കെ ഉണ്ട്. അപ്പോൾ അടുത്തൊരു എപ്പിസോഡ്, ഇനിയിപ്പോൾ ഓരോ എപ്പിസോഡുകൾ ഇനിയും വരുന്നതാണ്. അപ്പോൾ അടുത്തൊരു എപ്പിസോഡായിട്ട് വരുന്നവരെ ദിസ് ഈസ് യുവർ ആസ്ട്രോവേഴ്സ് ക്രൂ സൈനിങ് ഓഫ്. ബൈ ബൈ. ടാറ്റ എല്ലാവർക്കും. അസ്സലാമു അലൈക്കും.